നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ആനന്ദിന്റെ കാര്യം ചോദിക്കാൻ വേണ്ടി വന്നത്. ആനന്ദോ? ഒരു ആനന്ദിനെ എക്സ്റേ എടുക്കാനായിട്ട് കൊണ്ടുവന്നിട്ടില്ലേ? ആനന്ദ് അകത്തുണ്ടല്ലോ. എക്സ്റേ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാ. ഞങ്ങൾക്ക് ആനന്ദിനെ കണ്ട് ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ട്. അത്യാവശ്യ കാര്യം എക്സ്റേ എടുത്ത ശേഷം പറഞ്ഞ പോരെ? അത് പറ്റില്ല. എക്സ്റേ എടുക്കുന്നതിന് മുൻപ് പറയാനുള്ള കാര്യം. അകത്ത് അധിക നേരം നിക്കരുത്. കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങിക്കോണം. ഒന്ന് കണ്ടിട്ട് അപ്പൊ തന്നെ ഇറങ്ങിക്കോളാം. ഓക്കെ, വാ. നല്ല വേദനയുണ്ട്, ഭയങ്കര വേദന, പറ്റുന്നില്ല. അതെ, ഞങ്ങളെ കണ്ടതുകൊണ്ട് മാത്രം നീ ഇങ്ങനെ കരയൊന്നും വേണ്ടേ. എന്നാ അറിഞ്ഞോ? അല്ലാതെ തന്നെ നിനക്ക് കരയാനുള്ള ഒരുപാട് സംഗതികൾ ഇപ്പൊ ഇവിടെ നടക്കുന്നുണ്ട്. അതെന്താ? ആരോ ആ ACP ഇവിടെ വന്നിട്ടുണ്ട്. ഈ പോലീസ് ഒന്ന് തന്നെ പിടിക്കാനാണോ? എന്നാ പിന്നെ ഇതിനകത്ത് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം. ഇത് എക്സ്റേ എടുക്കാനുള്ള സ്ഥലം അല്ല, നിനക്ക് ഒളിച്ചിരിക്കാനുള്ള സ്ഥലമല്ല. നീ ടെൻഷൻ ആവണ്ട. ഈ ഭാഗത്ത് പോലീസ് വന്നിട്ടുണ്ടെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തിയതാ. അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിരിക്കണം. മനസ്സിലായോ? മനസ്സിലായി. അതെ, കാര്യം പറഞ്ഞു തീർന്നെങ്കിൽ എല്ലാവരും ഒന്ന് പുറത്തു പോകാമോ? ഇവന്റെ എക്സ്റേ ഇപ്പൊ തന്നെ എടുക്കോ? വേറെ പേഷ്യൻസിന് എക്സ്റേ എടുക്കാനുണ്ട്. അത് കഴിയുമ്പോ എടുക്കും. നിങ്ങളൊന്ന് പുറത്തു പോയട്ടെ. വാ വാ വാ. എടാ, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്, മനസ്സിലായി. നിങ്ങൾ പോക്കോ. എത്രയും പെട്ടെന്ന് ആരവിന്റെ എക്സ്റേ എടുത്ത് കിട്ടിയിരുന്നെങ്കിൽ. എക്സ്റേ എടുക്കുന്ന നമ്മളല്ലല്ലോ, അവരുടെ സൗകര്യം പോലെയല്ലേ നടക്കൂ. അടുത്ത പ്രശ്നം ഡോക്ടർ ഗബ്രിയേൽ ഇവിടെയാണോ വർക്ക് ചെയ്യുന്നത്? ഈശ്വര, ഇയാൾ ആരവിനെ കണ്ടാ തിരിച്ചറിയോ? അയ്യോ, വീണ്ടും ACP. അവര് തമ്മിൽ എന്താ പറയുന്നേ? നമ്മളെ പറ്റിയാണോ? നിങ്ങൾ വന്നേ, അവരെന്താ സംസാരിക്കുന്നേ നോക്കാം. വാ. എന്നിട്ട് സാറേ അയാളുടെ മൊഴിയെടുത്തോ? ICUലേക്ക് പോവാ. അല്ല, മിനിസ്റ്റർ മകനെ ഈ സ്ഥിതിയിലാക്കി ആ പ്രതിയെ ഇതുവരെയും പോലീസ് പിടിച്ചില്ലേ? എന്താ? ഒന്നുമില്ല, ഞങ്ങള് ഒരാളെ വെയിറ്റ് ചെയ്യാ. സിസ്റ്റർ ജോലി ചെയ്തോ? സെർച്ചിങ് നടക്കുക. ഉടൻ തന്നെ പ്രതി പോലീസിന്റെ വലയിലാവും. അവൻ മാത്രമല്ല, പ്രതിക്ക് ആരെല്ലാം സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ടോ അവരെല്ലാം കുടുങ്ങും. അത് നമ്മളെ പറ്റി പറയണ. മിണ്ടോ നിക്കടി, അവര് കേക്കല്ലേ. ICUലേക്ക് ആ വഴി പോയാൽ മതി. താങ്ക് യു. പടോ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. യെസ്, ആ കാര്യത്തിന് വേണ്ടി തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഞാനൊന്ന് എക്സ്റേ യൂണിറ്റ് കയറി ചെക്ക് ചെയ്തിട്ട് പറയാം. ശരി. അയ്യോ ദൈവമേ, ഗബ്രിയേൽ സാർ എക്സ്റേ റൂമിലോട്ട് പോവാ. അവിടെ ആരവിനെ കാണില്ലേ? അയ്യോ, സാർ എക്സ്റേ യൂണിറ്റ് കയറിയ ഉറപ്പായി ആരവനെ കാണുമല്ലേ? ഗബ്രിയേൽ സാർ എക്സ്റേ റൂമിലേക്ക് പോകുന്നു. അയ്യോ, എന്തേലും പറഞ്ഞ അയാളെ തടഞ്ഞില്ലെങ്കിൽ ആരവന്റെ കാര്യം പ്രശ്നമാവും. ഞങ്ങള് സാറിനെ കാണാൻ വേണ്ടിട്ട് വന്നതാ. എന്നെ കാണാനോ? എന്നെ എന്തിനാ കാണുന്നേ? നിങ്ങക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞങ്ങൾക്ക് രാത്രി നല്ല ഉറക്കം കിട്ടുന്നില്ല. സാറിനെ കണ്ട് എന്തെങ്കിലും മെഡിസിനോ അഡ്വൈസോ കിട്ടുമെന്ന് അറിയാനാ ഞങ്ങൾ വന്നത്. മെഡിസിൻ വരെ ഫുഡെല്ലാം മതി സാർ. ഈ മെഡി ഫുഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതത് സാർ, നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിച്ചാലോ? നിങ്ങൾ എന്റെ കൺസൾട്ടേഷന് വന്നാണെങ്കിൽ
അത് അങ്ങനെയൊന്നും പറ്റില്ല. ഈ കൺസൾട്ടേഷൻ ഫീസ് അടച്ച് ടോക്കൺ എടുക്കണം. എന്നാ ഞങ്ങള് അങ്ങനെ ചെയ്യാം സാർ, അല്ലേ? നിങ്ങൾ ആരെയും നോക്കുന്നേ? അകത്തുനിന്ന് ആരെങ്കിലും വരാനുണ്ടോ? ഏയ്, ഇല്ല, ആരും വരാനില്ല. ഞങ്ങള് കാണാൻ ഉദ്ദേശിച്ച ആളെ പെട്ടെന്ന് മുമ്പിൽ കണ്ടതിന്റെ പ്രശ്നമാ. ദൈവമേ, ഈ സമയത്ത് ആരവിനെ പുറത്തു കൊണ്ടുവന്ന ഗബ്രിയേൽ സാർ കാണും. കൊണ്ടുവന്നില്ലെങ്കിൽ അകത്ത് ചെന്ന് ഗബ്രിയേൽ സാർ അവനെ കാണും. ധർമ്മസങ്കടത്തിലായല്ലോ. ആ, ഇപ്പോഴാ ഞാൻ ഒരു കാര്യം ഓർത്തെ. നിങ്ങളെ ഒന്ന് ഞാൻ കാണാതിരിക്കായിരുന്നു. സാറ് ഞങ്ങളെ പോലെ ഓർക്കൂല്ലേ? അല്ല, അന്ന് നിങ്ങള് സ്കൂട്ടർ ശരിയാക്കാൻ കൊടുത്തത് എവിടെ? ഞങ്ങള് സ്കൂട്ടർ വാങ്ങിയ ഷോപ്പിൽ തന്നെയാ അത് കൊടുത്തേ. അല്ല, ആ സ്കൂട്ടർ ഹോസ്റ്റലിന്റെ മുമ്പിൽ കൊണ്ടുവച്ചത് മെക്കാനിക് ആയിരുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അതാ അതിന്റെ ഓണർ തന്നെയാ, മെക്കാനിക് ആണെന്നാണ് ഞങ്ങളുടെ ഒരു ഓർമ്മ. എന്താ സാർ സ്കൂട്ടറിനെ പറ്റി ഇപ്പൊ ചോദിക്കുന്നേ? അല്ല, അന്ന് നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത് എനിക്ക് ഓർമ്മ വന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. ഈ സൈക്കോളജിസ്റ്റും ഓർമ്മക്കുറവുണ്ടാവോ? മിണ്ടാതെ നിക്കടി.